ഇടയ്ക്കൊക്കെ പിള്ളേരൊക്കെ കൂട്ടിയിട്ടൊന്ന് പുറത്തേക്ക് പോകുന്നത് അവർക്ക് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും, നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കൂടിയായിരിക്കും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഒരു ഈവനിങ്ങിൽ. കണ്ണൂരേക്കാണ് പോയത്. പോകുമ്പം തന്നെ നമ്മൾ വിചാരിച്ചിരുന്നത് പയ്യാമ്പലം ബീച്ചിലേക്ക് പോകാമെന്നാണ്. പകുതിക്ക് എത്തിയപ്പോഴാണ് കുട്ടാട്ടൻ പറഞ്ഞത് നമുക്ക് കോട്ടയ്ക്ക് പോയാലോന്ന്. ആ പറഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത് അമ്മ ഇതുവരെ കണ്ണൂർ കോട്ട കണ്ടിട്ടില്ല എന്ന്. കണ്ണൂരായിട്ട് കണ്ണൂർ കോട്ട കണ്ടിട്ടില്ല എന്ന് പറയുന്നത് മോശമല്ലേ? അതുകൊണ്ട് നേരെ വണ്ടി വിട്ടു കോട്ടയ്ക്കേക്ക്. കണ്ണൂർ കോട്ടയിലെത്തിയ അമ്മ ഫുള്ള് ചുറ്റി കണ്ടപ്പോൾ അമ്മ അടിപൊളി ഹാപ്പിയായി, ഞങ്ങൾ ഡബിൾ ഹാപ്പിയായി. കാരണം ഈ ഒരു ട്രിപ്പ് കൊണ്ട് അങ്ങനെ ഒരു അടിപൊളി കാര്യം കൂടി നടന്നല്ലോ. അതുകൊണ്ട് പിന്നെ പിള്ളേരൊക്കെ ഈവനിങ് ആണ്, നേരത്തെ ആയിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും, പിള്ളേരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ടയർഡ് ആവുന്നത് കൊണ്ട് ഒന്ന് വെയിൽ താണ്ടിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ കോട്ട എന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് അവിടെയുള്ള മാങ്ങയൊക്കെ എറിഞ്ഞിട്ട് അടുത്തുമ്പോൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ സ്ഥലത്തിനെ കുറിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണ് കണ്ണൂർ കോട്ട. അപ്പോൾ അവിടുന്ന് ഒരു സൺസെറ്റൊക്കെ ആയ ടൈമിൽ നമ്മൾ ഇറങ്ങി പയ്യാമ്പലം ബീച്ചിലേക്കാണ് വന്നത്. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവം വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പയ്യാമ്പലം ബീച്ചിൽ ഇങ്ങനെ തിരക്ക് കാണുന്നത്. പാർക്കിങ്ങിനൊന്നും ഒറ്റ സ്ഥലമില്ല, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് അരമണിക്കൂർ അങ്ങനെ പോയി. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ഇരുടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഫ്ലാഷ് ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും ലൈറ്റ് ഉള്ളത്. അവിടുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയാം. കുറച്ചും കൂടി നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കാൻ റീൽസൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചു വന്നതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ പറ്റുന്ന രീതിയിൽ 2 തുള്ളലും ഡാൻസൊക്കെ കളിച്ചിട്ട് വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ, അത്രയേ നടന്നിട്ടുള്ളൂ. പിന്നെ ആ ദിവസം ഒന്ന് കടലിൽ ഇറക്കണമെന്നുണ്ടായിരുന്നു, വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് അധികം പറ്റിയില്ല. എന്നാലും അവൻ ആദ്യം കടൽ പേടിയാണെങ്കിലും ഇപ്പോൾ പേടിയൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മെല്ലെ ഒന്ന് കടലിൽ ഇറക്കി. ആദ്യം ഇറക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പിന്നെ അവൻ അതിൽ നിന്ന് കയറുന്നില്ലായിരുന്നു. എല്ലാവരെയും കൂടെ വലിച്ചു കയറ്റി കൊണ്ടുപോവുക ചെയ്തത്. ഇനി അധികം ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്ക് നടക്കില്ല എന്നുള്ളത് കൊണ്ട് വേഗം എല്ലാവരെയും കൂട്ടി ഒരു ചായയൊക്കെ കുടിച്ചു, സ്നാക്സൊക്കെ കഴിച്ചു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോവുക. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.